ഹായ്, വെൽക്കം ടു കർമ്മ അക്കാഡമി. ഇന്ന് നമ്മളവിടെ ടിനു ടെറി ഉണ്ട്. ടിനു കഴിഞ്ഞ SSC CGL എക്സാം ക്വാളിഫൈ ചെയ്തതാണ്. നമുക്കിന്ന് ടിനുവിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ ഇന്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുന്നവരറിയണം, ടിനു ഈ ഒരു 8 എക്സാം മാത്രമല്ല ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ, മറ്റ് എക്സാംസും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയായിരുന്നു ടിനു? എന്റെ ഏറ്റവും ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന എക്സാം എന്ന് പറഞ്ഞാൽ കോച്ചിങ് വന്നിട്ട് ഒരു 3 months കഴിഞ്ഞപ്പോഴാണ് എനിക്കത് കിട്ടുന്നത്. SSC GD കോൺസ്റ്റബിൾ കിട്ടിയായിരുന്നു. ബട്ട് അത് ഫിസിക്കലി എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് RRB ഗ്രൂപ്പ് ഡി കിട്ടി. പിന്നെ ഈ ഇടയ്ക്ക് SSC CPO, അതിൽ ഞാൻ BSF SI ആയിട്ട് സെലക്ട് ആയിരുന്നു. എനിക്ക് ഒക്ടോബർ 23 ജോയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ CGL ഉള്ളതുകൊണ്ട് അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആ എക്സാം കിട്ടി. അതിന്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഇന്റർവ്യൂക്ക് പോയിട്ടില്ല. അങ്ങനെ കുറച്ച് എക്സാം ആ ഒരു ടൈമില് പഠിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന എഫേർട്ട് ഇടുന്ന ഒരു ടൈമിലുള്ള ഒരുവിധം എല്ലാ എക്സാമുകളും ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ എനിക്ക് സെലക്ഷൻ പോസ്റ്റിംഗ് ആയിരിക്കുന്നത് ട്രിവാൻഡ്രം PAG സെക്ഷൻ ഓഡിറ്റ് 1 എനിക്ക് പോസ്റ്റിംഗ് ആയിരിക്കുന്നത്. വർക്ക് കൾച്ചറും എല്ലാം ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ ഞാൻ 3 weeks ആയി ജോയിൻ ചെയ്തിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും ഫ്രണ്ട്ലി, കോവർക്കേഴ്സ് എല്ലാം ഫ്രണ്ട്ലി ആണ്. പിന്നെ കിട്ടിയിരിക്കുന്ന ഓഡിറ്റേഴ്സ് ആയിട്ട് സെലക്ട് ആയിരിക്കുന്നവരും ഭയങ്കര ഫ്രണ്ട്ലിയും അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ. അപ്പോ അതില് ഒരുപാട് ഹാപ്പിയാണ്. അടുത്ത എക്സാം ഒരു കോമ്പറ്റീഷനും അതുപോലെ തന്നെ നല്ല ഏറ്റവും SSC പഠിക്കുന്നവർക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ പ്രിപ്പയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അടുത്ത എക്സാമിന് ചില ജോബ് നമുക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരുപാട് പാടായിരിക്കും. അപ്പോ അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഇത് കിട്ടിയത് കൊണ്ട് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട്. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് മാത്സ് ആയിരുന്നു. മാത്സും GK പൊതുവെ എല്ലാവർക്കും പാടായിരുന്നതുകൊണ്ട് ഐ വുഡ് സേ മാത്സ് ആയിരുന്നു. കൂടുതൽ എഫേർട്ട് ഇടണം, പഠിച്ചെടുത്താൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഫീൽ ചെയ്തത് ഈ മാത്സ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷനാണ്. അപ്പൊ ഈ ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ വേണ്ടി, അത് മാത്സ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി എന്ത് മെത്തേഡുകൾ ഫോളോ ചെയ്ത്, എങ്ങനെ മാത്സ് പ്രിപ്പയർ ചെയ്തത്? മാത്സ് ഇവിടുത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, കുറെ ഷോർട്ട് കട്ട്സ് പഠിച്ചു. പിന്നെ എന്റേതായിട്ട് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ തന്നെ പുതുതായിട്ട് കുറെ ഷോർട്ട് കട്ട്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. അപ്പോ നമുക്ക് എക്സാമിന് ചെല്ലുമ്പോഴാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ അവിടെ നിന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഇതെങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. അതുപോലെ മോക്സ്, പിന്നെ സ്ഥിരം SSC ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു. അതൊക്കെയായിരുന്നു സ്ട്രാറ്റജി. മാത്സ് ഈസി ആയിട്ട് സോൾവ് ചെയ്യും. പിന്നെ കാൽക്കുലേഷൻ സ്പീഡ്, അതിനുവേണ്ടി ഈ ടേബിൾസ് പഠിക്കുക, പിന്നെ സ്ക്വയർ, ക്യൂബ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യൻസില്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെൻസ്ട്രേഷനിൽ ഒരു ക്വസ്റ്റ്യൻ, അതിൽ സർട്ടൻ നമ്പേഴ്സ് ഉണ്ട്. ആൻസർ ഇപ്പോ ഒരു ഏരിയ തന്നിട്ട് അതിന്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ സ്ഥിരം ചോദിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അത് കാണാപ്പാടം പഠിച്ചിരിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും റേഡിയസ് വരുന്നത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് ഫോളോ ചെയ്തു. അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. കുട്ടികളുടെ സ്പീഡ് കൂടാൻ വേണ്ടി മൾട്ടിപ്ലിക്കേഷൻ ടേബിളും വാല്യൂസും കാണാതെ പഠിക്കും. ഇത് കാണാതെ പഠിച്ചത് കൊണ്ട് മാത്രം ഉപയോഗം ഉണ്ടാവും. ഇല്ലാതെ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുമല്ല സർട്ടൻ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ 19x17 അങ്ങനെയുള്ള പെട്ടെന്ന് ഓർത്തിരിക്കാത്ത നമ്പേഴ്സ് ആയിരിക്കും SSC കൂടുതലും ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിച്ചു. ഇപ്പൊ 15 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. സർട്ടൻ കോഡ് ഉണ്ട്, എടുത്ത് മൾട്ടിപ്ലൈ. SSC പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. അപ്പൊ അത് ഒഴിച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. 19x17 അങ്ങനെയുള്ള സർട്ടൻ നമ്പേഴ്സ് കാണാപ്പാടം പഠിക്കുക എന്നുള്ളത്. അത് കൂടുതൽ ഉപയോഗിച്ചു നോക്കും. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്ട് എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ കൊച്ചിലെ പോലെ ഇംഗ്ലീഷ് സിനിമകൾ അതൊക്കെ കണ്ട് ഇംഗ്ലീഷിൽ എനിക്കൊരു ബേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിന് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടില്ല. എഫേർട്ട് ഇട്ടത് ആന്റോണിംസ്, ഇഡിയംസ്. അത് SSC സ്ഥിരം ചോദിക്കുന്ന കുറെ ഇഡിയംസും ആന്റോണിംസ്, സിനോണിംസും ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടു. അല്ലാതെ ഗ്രാമർ പഠിക്കാനായിട്ട് ഞാൻ എന്റേതായിട്ടുള്ള ഒരു എഫേർട്ട് അധികം ഇട്ടിട്ടില്ല. പിന്നെ മോക്സ് എടുക്കുമ്പോഴും എനിക്ക് ഇംഗ്ലീഷിന് 40+50 ഔട്ട് ഓഫ് 50 40+ സ്കോർ സ്ഥിരം വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ഒരുപാട് ടൈം ഞാൻ കൊടുത്തിട്ടില്ല. റീസണിങ് സബ്ജക്ട് ഈസി ആയിരുന്നു. റീസണിങ്
എനിക്ക് കോച്ചിങ് കിട്ടിയത് കൊണ്ടാണ് ഈസി ആയത്. അല്ലാതെ ഇപ്പോ ഞാൻ ഡയറക്റ്റ് പോയി എക്സാം എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല ടൈം കൺസ്യൂമിങ് ആയിരുന്നു. കോച്ചിങ് കിട്ടി, ഞാൻ ഷോർട്ട് കട്ട്സും കാര്യങ്ങളും പഠിച്ചത് കൊണ്ട് ഈസിയായി. പിന്നെ ഒരുപാട് മോക്സ് എടുത്തു. അതുപോലെ ഈ പിനാക്കിളിന്റെ ഒക്കെ തന്നെ ബുക്സ്, അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, പാടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഒരുപാട് റെഫർ ചെയ്തു, വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് റീസണിങ് ഒരുവിധം ഓക്കെ ആയത്. പിന്നെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഇവിടുത്തെ ക്ലാസ് കൊണ്ട് തന്നെ ആ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ സിലോജിസം ഞാൻ ഇവിടുത്തെ കർമ്മ അക്കാഡമിയിലെ ക്ലാസ്സിൽ കിട്ടിയ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്നത്. വേറെ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ പഠിപ്പിച്ചത് വെനീസ് എന്ന് പറയുന്ന ഒരു മെത്തേഡായിരുന്നു, അത് തന്നെയാണ് ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ വെൻ ഡയഗ്രാം വെച്ചിട്ടുള്ള മെത്തേഡ് ഉണ്ട് സിലോജിസം സോൾവ് ചെയ്യും. അത് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, കാരണം എനിക്ക് ഇതുകൊണ്ട് തന്നെ മിക്ക ക്വസ്റ്റ്യൻസും സോൾവ് ആവുമ്പോൾ അതിനുവേണ്ടി എക്സ്ട്രാ എഫേർട്ട് ഇട്ടില്ല. അങ്ങനെ എഫേർട്ട് ഇടണമെന്ന് തോന്നിയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോ ജികെയിലേക്ക് വരാം. ജികെ എന്ന് പറയുന്ന സബ്ജക്ട് എങ്ങനെയാണ് പഠിച്ചത്? അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ തോന്നിയിട്ടുള്ളത്? ജികെ പഴയ പാറ്റേൺ വെച്ചിട്ടാണെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. ടയർ 1 ക്ലിയർ ചെയ്യണം, ജികെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. ബട്ട് ഇപ്പോ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് നല്ല സ്ട്രോങ് ആയിട്ട് ഒരാള് ജികെയിൽ അത്ര എഫേർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുമ്പ് പഴയ പാറ്റേൺ വെച്ചിട്ട്. ബട്ട് ഇപ്പോ പാറ്റേൺ ചേഞ്ച് ആയി, നമുക്ക് മെയിൻസിലും ജികെ ഒരു വലിയ ഫാക്ടർ ആയതുകൊണ്ട് നമ്മൾ ജികെക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് വരും. കാരണം നമുക്ക് ഒരു ഹയർ പോസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ജികെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. കാരണം ജികെ എഫേർട്ട് എടുത്ത് ഒരുപാട് പേരുണ്ട്, അവരുമായിട്ട് കമ്പീറ്റ് ചെയ്ത് നല്ലൊരു റാങ്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജികെ എഫേർട്ട് വരും. ഞാൻ പേഴ്സണലി ജികെക്ക് ഒരുപാട് ടൈം കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് ടൈം കൊടുത്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ജികെ. കാരണം എനിക്ക് മോക്കെടുക്കുമ്പോൾ ജികെയുടെ മാർക്ക് 10 പോലും കടക്കാത്ത ഒരുപാട് ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ജികെക്ക് ഒരുപാട് എഫേർട്ട് ഇടുമായിരുന്നു. ഞാൻ പഠിച്ചത് ലൂസെന്റിന്റെ ബുക്ക് വെച്ചിട്ടാണ് പഠിച്ചത്. അപ്പൊ ആ ബുക്ക് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്സ്, അങ്ങനെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, എക്സാമ്പിൾ പൊളിറ്റിക്സിലെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിലൊക്കെ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എക്സാം ടൈമിനകത്ത് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു? ഒരിക്കലും പറ്റിയിട്ടില്ല. ടൈം ഭയങ്കര ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ ഇനീഷ്യൽ ടൈമിൽ എനിക്ക് ക്വസ്റ്റ്യൻസ് ഫുള്ള് കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ തോ ഞാൻ ഇപ്പൊ ഒരു എക്സാം സെന്ററിൽ മോക്ക് എടുക്കുമ്പോൾ കാര്യമില്ല, ആക്ച്വൽ എക്സാമിന് പോയിരിക്കുമ്പോൾ പോലും ഫുൾ ക്വസ്റ്റ്യൻ പോലും കാണാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഭയങ്കര ഡെസ്പായി. പിന്നെ അപ്പോഴേ മനസ്സിലായി സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന്. അങ്ങനെ ഈ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനായിട്ട് ഇതുപോലെ ഒരുപാട് മോക്കുകൾ എടുത്തിട്ടുണ്ട്. ഡെയിലി ഒരു മോക്ക് വെച്ച് എടുക്കുമായിരുന്നു. അതുപോലെ ഇങ്ങനെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനായിട്ടുള്ള മെത്തേഡ്സ്, ഷോർട്ട് കട്ട്സ് ഒരുപാട് പഠിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ ഇനീഷ്യലി നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിലൂടെ സോൾവ് ചെയ്തു. അപ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ 5 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ എടുക്കും. ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ 1 മിനിറ്റ് പോലും ഇല്ല. അപ്പൊ അങ്ങനെ ടൈം തികയാതെ വന്നപ്പോഴാണ് കുറച്ചുകൂടെ സ്പീഡിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് തോന്നിയത്. അങ്ങനെ കാൽക്കുലേഷൻ സ്പീഡ്, ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, സ്ക്വയർ, ക്യൂബ്, അതൊക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അല്ല മുമ്പ് എക്സാം എഴുതുമ്പോൾ ഞാൻ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ കണ്ടുപിടിക്കുകയായിരുന്നു. പിന്നെ ഇത് കാണാപ്പാടം പഠിച്ചു. അപ്പോഴേക്കും ഒരുപാട് സ്പീഡ് ഇമ്പ്രൂവ് ആയി. അതിനുശേഷമാണ് ഈ ഫുൾ ക്വസ്റ്റ്യൻസ് കാണാൻ തുടങ്ങി. എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ എന്തെങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രാറ്റജി ഫോളോ ചെയ്തു? എക്സാം എഴുതുമ്പോഴുള്ള സ്ട്രാറ്റജി എല്ലാവർക്കും വർക്ക്ഔട്ട് ആവുന്ന അറിയത്തില്ല. എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്ട് മാത്സ് തന്നെ. മാത്സ് ടഫ് എന്നല്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു എക്സാം അപ്രോച്ച് ചെയ്യുന്ന സ്ട്രാറ്റജി ആദ്യം മാത്സ് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. മാത്സ് അറ്റംപ്റ്റ് ചെയ്യുക, റീസണിങ് അറ്റംപ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് സ്ട്രോങ് സബ്ജക്റ്റ്. അപ്പോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സിനകത്ത് തന്നെ ഈ 25 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. 40+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു മോക്സിലൊക്കെ. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ മാത്സ് അറ്റംപ്റ്റ് ചെയ്യും, സെക്കൻഡ് റീസണിങ്. അതൊരു ഓൾമോസ്റ്റ് കൂടുതൽ ടൈം അതിന് തന്നെ ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ്സിലെ ഞാൻ ജികെ ആൻഡ് ഇംഗ്ലീഷ് ചെയ്യും. അപ്പൊ അത് എക്സാം സെന്ററിൽ ചെന്നിരിക്കുമ്പോൾ എല്ലാവർക്കും വർക്ക്ഔട്ട് ആവുന്ന അറിയത്തില്ല. അപ്പൊ എന്റെ SSC പഠിക്കുന്ന മറ്റു ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവർക്ക് ഇംഗ്ലീഷിന് ഒരുപാട് ടൈം, ചില ഫ്രണ്ട്സിന് ഇംഗ്ലീഷിന് 15+ ടൈം, ഇംഗ്ലീഷിന് മാത്രം 15+ മിനിറ്റ്സ് വേണ്ടി വരും എന്ന് പറയും. അപ്പൊ അവര് മാത്സിന് അതിൽ കുറച്ച് ടൈം ചെയ്തിട്ട് ഇതിൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാത്സിനും റീസണിങ്ങിനും അത്യാവശ്യം നല്ല ടൈം കൊടുക്കുക, ബാക്കി ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ രണ്ടും ജികെ ആൻഡ് ഇംഗ്ലീഷ് ചെയ്യാന്നുള്ളതാണ് എന്റെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി എല്ലാ തവണ ഇത് തന്നെയായിരുന്നു ഫോളോ ചെയ്യുന്നില്ല?
ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഇതേ സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളൂ. കാരണം എക്സാം സെന്ററിൽ പോയിരുന്ന് നമ്മൾ ഓൾറെഡി ഇത്ര നാൾ ഫോളോ ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജി പെട്ടെന്ന് ഒരു ദിവസം എക്സാം സെന്ററിൽ പോയി ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഔട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ കംപ്ലീറ്റ് എക്സാം നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എക്സാമിന് കാരണം ടെൻഷൻ അടിക്കും, അങ്ങനെയുള്ള ടെൻഷന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ടെൻഷന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ട്, ഇപ്പോഴും ടെൻഷൻ ഉണ്ട്. ബട്ട് ഇപ്പോ ഈ എക്സാം ഇപ്പൊ CGL 2022 ഞാൻ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് എക്സാം സെന്ററിൽ പോയിട്ട് ആദ്യം ചെന്ന് ഇരുന്നപ്പോ എനിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊന്ന് ടെൻഷൻ കുറഞ്ഞു, കിട്ടുമെന്നുള്ളൊരു ഫീലായി. അപ്പോ എനിക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോ ഈ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് വരും, ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചില്ല എന്ന് വരും. അപ്പൊ ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ എക്സാം അങ്ങനെ ഒരുപാട് പേർക്ക് ഈ CGL 2022 പറ്റിയിട്ടുണ്ട്. എന്റെ തന്നെ ഫ്രണ്ട്സിന് എക്സാം സെന്ററിൽ പോയി ടെൻഷൻ അടിച്ചിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് പോലും തെറ്റിച്ച് എക്സാം കിട്ടാവുന്ന 2 മാർക്കിന് കിട്ടാതെ ഒരുപാട് പേരുണ്ട്. അപ്പോ എന്റെ ഒരു അഡ്വാൻറ്റേജ് ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഇവന്റെ എനിക്ക് എക്സാമിനെ പുതിയ പാറ്റേൺ ആയിരുന്നു, അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നെങ്കിൽ കൂടി എക്സാം കുറച്ച് ഈസിയായി ആ ടെൻഷൻ ഒന്ന് മാറി വന്നപ്പോഴാണ് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ എഴുതുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മോക്ക് ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഫീൽ ചെയ്തത്? മോക്ക് ടെസ്റ്റുകൾ ഞാൻ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ടൈം മാനേജ്മെന്റ്, നമ്മൾ ഒരു എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് ടൈം ഓരോ സെക്ഷനും കൊടുക്കണം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റ് എഴുതിയാലേ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ അതുകൊണ്ടും അത് മാത്രമല്ല, പിന്നെ പ്രീവിയസ് മോക്കുകളാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പൊ 2 അഡ്വാൻറ്റേജ്, ഒന്ന് ഈ ടൈം മാനേജ്മെന്റ്, 2 നമ്മൾ അതിനോടൊപ്പം തന്നെ മുമ്പുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും കണ്ടുപോകും. അപ്പൊ ഞാനിപ്പോ CGLന്റെ ഒരുവിധം പ്രീവിയസ് എല്ലാ ക്വസ്റ്റ്യൻസും മോക്കായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത് വീണ്ടും അത് വർക്ക്ഔട്ട്, ഈ ഒരു ബുക്ക് എടുത്ത് വെച്ച് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി മോക്ക് എടുക്കുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോ ഒരു ഐഡിയ നമുക്കത് കിട്ടും. ടൈം മെയിൻ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് തന്നെയാണ്. ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതാണ് മെയിൻ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ? സ്പീഡ് കൂടുന്നതായിട്ട്. ഇനീഷ്യലി ഇപ്പൊ ഞാൻ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ നമ്മുടെ അറ്റംപ്റ്റ് കുറവായിരിക്കും. കൂടുതൽ എടുത്തു വരുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഈ SSC എക്സാംസ് എഴുതുമ്പോൾ ഏറ്റവും നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി ഇത് റൗണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ റൗണ്ട് ആയിട്ട് കാണുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യന്റെ ടഫ്നെസ് അനുസരിച്ച് ഇപ്പോൾ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ശീലം ഡെവലപ്പ് ചെയ്തെടുത്തത് മോക്ക് ടെസ്റ്റ് എഴുതി. അപ്പോ ഈ റൗണ്ട് വൈസ് ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളത്, ഇപ്പൊ ഞാനൊരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതില് ഏറ്റവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് ഞാൻ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും കിടക്കുന്നത്. അത് കണ്ടെന്ന് പോലും വരില്ല. ഇപ്പൊ റൗണ്ട് അടിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്, നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ഈസി ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തു. അടുത്ത റൗണ്ടിൽ കുറച്ചുകൂടെ ടഫായിട്ട് ഇതിന് മേളിൽ നിൽക്കുന്ന ലെവലിലെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും. അപ്പോ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. നമുക്കതെല്ലാം ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇനീഷ്യലി ഉള്ള ഒരുവിധം എല്ലാ കാൻഡിഡേറ്റ്സിനും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ടഫ് എന്ന് പറയുന്നത് അറ്റംപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, ബട്ട് എന്നാലും നമ്മുടെ ചാൻസ് എന്ന് പറയുന്നത് അവിടെ വളരെ ഹൈ ആയിരിക്കും. കാരണം നമ്മൾ ഓൾറെഡി എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു. ഒരുവിധം കുറച്ചുകൂടെ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് റാങ്ക് നല്ലത് വരാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ എക്സാം അറ്റംപ്റ്റും ഒരുവിധം നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരും. ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, അത് അറിയാവുന്നതാണെങ്കിൽ ചെയ്യാൻ മാക്സിമം ടൈം എടുത്ത് കുറെ ടൈം അവിടെ വേസ്റ്റ് ആകും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്കിപ്പ് ചെയ്താൽ ഈ പറയുന്ന പല റൗണ്ടിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യം ഞാൻ എക്സാം എഴുതുന്ന ടൈമിൽ എല്ലാ ക്വസ്റ്റ്യൻസും കാണാറില്ല. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും ഇത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ബട്ട് എന്തോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അപ്പോഴത്തെ മൈൻഡ് കൊണ്ടായിരിക്കും അതിന്റെ ആൻസർ കിട്ടണമെന്നില്ല. അപ്പൊ ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാന്നുള്ളത്. സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും കറങ്ങി വരിക. ഒരുവിധം ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റംപ്റ്റ് ചെയ്ത് ടൈം ഉണ്ടെങ്കിൽ കൂളായിട്ടിരുന്ന് ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് കിട്ടുന്നത്. ബട്ട് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ഇത് എന്റെ മനസ്സൊരിക്കലും പറയില്ല ഇത് സ്കിപ്പ് ചെയ്യണമെന്ന്. ഞാനത് ചെയ്തിട്ടേ പോയായിരുന്നു. അപ്പൊ എനിക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് കാണാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ ഒരുപാട് എക്സാംസ് എഴുതി വന്നപ്പോഴാണ് ഈ സ്കിപ്പ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, ബാക്കിയുള്ളത് ചെയ്യുക.
ലാസ്റ്റ് ടൈം കിട്ടുവാണെങ്കിൽ ഇതിലോട്ട് വന്ന് ഇതിന് കുറച്ച് ടൈം കൊടുത്തിട്ടാണെങ്കിലും ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ ബേസിക്കലി ഹാർഡ് വർക്ക് ആണോ സ്മാർട്ട് വർക്ക് ആണോ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? രണ്ടും ഈക്വൽ ആയിട്ട് വേണം. ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം. ഇപ്പൊ ഹാർഡ് വർക്ക് നമ്മൾ എപ്പോഴും ഫുൾ ടൈം ഹാർഡ് വർക്ക് ഇട്ടത് കൊണ്ട് മാത്രം നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ നമ്മളൊരു എക്സാമിന് ഈ സ്മാർട്ട് വർക്ക് നമ്മളൊരു എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ്. ഏതൊക്കെ സെക്ഷൻ നമ്മൾ ആദ്യം എക്സാമിനെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സിലബസിനെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഏതാ നമുക്ക് പാട്, ഏതാ ഈസി. ഇപ്പോ കൂടുതൽ ഹാർഡായിട്ടുള്ള സബ്ജക്റ്റിന് കൂടുതൽ ടൈം കൊടുക്കുക, പിന്നെ ബോക്സ് എടുക്കുക, ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയുള്ള രണ്ടും ഹാർഡ് വർക്കും വേണം, സ്മാർട്ട് വർക്കും വേണം. എന്നാലേ നമുക്ക് SSC ക്രാക്ക് ചെയ്യാനായിട്ട് വരും. എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കോച്ചിങ് നിർബന്ധമാണ്? കോച്ചിങ് നിർബന്ധം അത് ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത്രയ്ക്ക് എഫേർട്ട് ഇടാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ അങ്ങനെ പറ്റുന്നില്ല, ഒരു ബേസ് വേണം എന്നുള്ള ഒരാൾക്ക് കോച്ചിങ് നിർബന്ധം. ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ഒരിക്കലും പഠിക്കില്ലായിരുന്നു. ഞാനായിട്ട് എഫേർട്ട് ഇടുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു കോച്ചിങ് സെന്ററിൽ ചേർന്നിട്ട് ഒരു ബേസ് അവിടെ നിന്ന് സെറ്റ് ആക്കിയിട്ട് അതിൽ ബിൽഡ് ചെയ്തെടുക്കാന്നുള്ള ഐഡിയ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരുവിധം ക്ലാസ്സസ് കിട്ടി. ഞാൻ അത് ഫോളോ ചെയ്തു. അതിന്റെ ബേസ് നന്നായിട്ട് തറവാക്കി, എന്നിട്ടാണ് അതിലൊരു ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ബിൽഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്, ഒരു കോച്ചിങ് വേണോ വേണ്ടോ എന്നുള്ളത് അയാളെ ഡിപ്പെൻഡ് ചെയ്യും. കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു, എന്താ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്? കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യും. കാരണം ഇപ്പോ കൂടുതലും ഇവര് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസ് ആണെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കറണ്ട് അഫയേഴ്സിന് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ സ്റ്റാറ്റിക് നോളജ് വളരെ കുറവാണ്, കൂടുതൽ കറണ്ട് അഫയേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കറണ്ട് അഫയർ എന്ന് പറയുന്നെങ്കിലും ഓൾമോസ്റ്റ് 2 years ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നല്ലൊരു റാങ്ക് വേണം, എക്സാംസിന് നല്ലൊരു സ്കോർ മേടിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാൾക്ക് കറണ്ട് അഫയേഴ്സ് റിയലി ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു കറണ്ട് അഫയർ പ്രിപ്പയർ ചെയ്തിരുന്നത്? ഞാന് എക്സാംസിന് തൊട്ട് മുമ്പ്, ഏത് എക്സാമാണ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മന്ത് തൊട്ട് ബാക്കിലോട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. ബാക്കിലോട്ടുള്ള മന്ത്സ് പഠിച്ചു എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം പുറകിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതായിരുന്നു എന്റെ ഒരു സ്ട്രാറ്റജി. ഓൾമോസ്റ്റ് ഒരു 6 months എങ്കിലും മിനിമം ഞാൻ കവർ ചെയ്യുമായിരുന്നു എക്സാംസിന് മുമ്പ്. ഒരാൾ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ അയാളോട് എന്തെങ്കിലും പറയാം? അയാളോട് പറയാനുള്ളത് 100% കൊടുക്കുക. നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി വേണം, നമ്മുടെ ഫ്യൂച്ചറാണ് എന്നുള്ളൊരു തോട്ട് എപ്പോഴും മൈൻഡിലുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു. അപ്പൊ ആ ഒരു തോട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ജസ്റ്റ് വീട്ടുകാർ പറഞ്ഞു വിട്ടത് കൊണ്ട് മാത്രം ഇതിൽ വന്ന് ചേർന്നിട്ട് പഠിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് പറ്റിയ ഫീൽഡാണോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പൊ സ്വന്തമായിട്ടൊരു തോട്ട് വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചിലർക്ക് ചിന്തയുണ്ട് ഇത് പറ്റുമോ, സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്, ടഫാണ്, ഇത്ര കോമ്പറ്റീഷൻ ഉണ്ട്, ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനെന്ന് പറയുന്നത് അത്ര വലിയ ബ്രില്യൻറ്റ് സ്റ്റുഡന്റ് ഒന്നുമല്ല, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എന്നെ കൊണ്ടത് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ടും പറ്റും എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. അപ്പോ നമ്മള് ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ അതിൽ 100% എഫേർട്ട് ഇടുക. അപ്പോൾ ഒരാൾ പഠിച്ചു തുടങ്ങാണ്, അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറയാൻ? എന്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ആദ്യം ബേസ് നന്നായിട്ട് സെറ്റ് ചെയ്യുക. ഒരു സ്ട്രോങ് ബേസ് ഉള്ള ഒരാൾക്ക് അതിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ബേസ് മീൻസ് പ്രീവിയസ് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക. സിമ്പിൾ ആയിട്ട് ആദ്യം ബേസിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ തുടങ്ങുക, അത് തറവാക്കുക. എന്നിട്ട് അതിൽ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. അങ്ങനെ ഓരോ ലെവലായിട്ട് ബിൽഡ് ചെയ്തെടുത്ത് അവസാനം മെയിൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ടഫായിട്ട് മുമ്പ് CGL ചോദിച്ചിട്ടുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഓരോ ലെവലായിട്ട് കൂടി കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. കിരൺസിന്റെ ബുക്ക് ആണെങ്കിലും പിന്നക്കിലെ ബുക്ക് ആണെങ്കിലും ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻസ് തൊട്ടാ തുടങ്ങുന്നത്. ഇനീഷ്യൽ ടൈമിൽ ഞാൻ SSC കോച്ചിങ് തുടങ്ങിയ സമയത്ത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണും. അപ്പോ ഇത് മാത്സിന്റെ കേസിൽ റീസണിങ് ആണെങ്കിലും ഇതുപോലെ തന്നെ
ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരുവിധം സ്ഥിരം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സ്ഥിരം ഫോർ എക്സാമ്പിൾ നൈദർ നോർ വരുമ്പോൾ എന്തൊക്കെ ചേർക്കണം, അങ്ങനെയുള്ള ബേസ് കുറെ ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ച് ബേസ് ബിൽഡ് ചെയ്യാം. അതിൽ നിന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡെയിലി പ്രിപ്പറേഷൻ എന്തെങ്കിലും സ്ട്രാറ്റജി? ഡെയിലി പ്രിപ്പറേഷന് അത് ഓരോ സ്റ്റുഡന്റിന്റെ കാലിബർ അനുസരിച്ചിരിക്കും. പിന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇപ്പോൾ 6 months, ഇപ്പോൾ കൂടുതൽ കുട്ടികളെ പെട്ടെന്ന് ഒരു ജോലി വേണം എന്ന് കരുതിയിട്ടാണല്ലോ SSCയിലോട്ട് വരുന്നത്. SSC കുറച്ചുകൂടെ PSCനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്പീഡ് ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു 6 months കോച്ചിങ് അതിനുള്ളിൽ ജോലി മേടിക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ എന്റെ ഒരു കാൽക്കുലേഷനിൽ മിനിമം ഒരു 10 hours എങ്കിലും ഡെയിലി പഠിക്കണം എന്നാണ്. ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾ 10 hours എങ്കിലും ഡെയിലി പഠിക്കുക. ഇടയ്ക്ക് ബ്രേക്കുകൾ, മോർണിംഗ് ഒരു 2 hours, അതിനുശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഒരു പെർ ഡേ ഒരു 10 hours എങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിലബസ് ഈ ഒരു ടൈമിൽ കവർ ചെയ്യാനും പറ്റും. എക്സാംസിന് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മെയിൻസിലോട്ട് ഇപ്പൊ പ്രിലിംസ് ഒരു ക്വാളിഫൈ ചെയ്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ CGL മെയിൻസ് ആണെങ്കിൽ പാറ്റേൺ മാറി സെയിം ഡേയിൽ തന്നെയാണ് ടൈപ്പിങ്ങും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും വരുന്നത്. കമ്പ്യൂട്ടർ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഒരുപാട് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകാറില്ല. അപ്പോൾ അതിനും കുറച്ച് ടൈം ഒന്നുകിൽ ഒരു ഏതെങ്കിലും സെന്ററിൽ പോയി ടൈപ്പിംഗ് പഠിക്കുക, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആ ഒരു 2 monthsലാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ ടൈപ്പിംഗ് സ്പീഡ് ഓൾമോസ്റ്റ് 12 words per minute ആയിരുന്നു. അതാണ് ഞാൻ 2 months കൊണ്ട് വീട്ടിലിരുന്ന് തന്നെ ഒരു 1 to 2 hours അതിന് കൊടുത്തിട്ടാണ് എന്റെ സ്പീഡ് ഇത്രയും കൂട്ടിയെടുത്തത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കാരണം അതിൽ ഒരുപാട് ഫെയിലായി ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെക്ഷനിൽ ഫെയിലായി നല്ല മാർക്ക് സ്കോർ ചെയ്തു. നോർമൽ സെക്ഷൻ നമ്മുടെ മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സെക്ഷനിൽ നന്നായിട്ട് സ്കോർ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഫെയിലായ ഒരുപാട് പേരുണ്ട്, ജോലി കിട്ടാതെ. എന്റെ പേഴ്സണൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ അതിനും ഒരു ഓൾമോസ്റ്റ് ഒരു 1 or 2 hours ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈ 10 hours സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ കൊടുക്കുക. കോച്ചിങ് ഇപ്പൊ നമ്മള് കോച്ചിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ കോച്ചിങ് രാവിലെ ഒരു ഓൾമോസ്റ്റ് കഴിയുമല്ലോ. പിന്നെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, വൈകിട്ട് 5 PM വരെ വർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈം നന്നായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ വീട്ടിൽ പോയിട്ടും നമ്മുടേതായ എഫർട്ട്, വീട്ടിൽ പോയിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ സ്പീഡ് അതുപോലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് മോക്ക് നൈറ്റ് ടൈമിൽ മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കൂടുതൽ മോക്ക് എടുക്കുന്നത് നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ടൈമിൽ മോക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മളൊരു എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ അപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നിരിക്കുന്ന ടൈമിൽ അപ്പോ മോക്ക് എടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. രാത്രിയാണെങ്കിലും നമ്മൾ ഉറക്കം വന്നിരിക്കുന്ന ടൈം, നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആയിരിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ചില സമയം പഠിക്കുന്ന സമയത്ത് വീട്ടില് TV ഒക്കെ ഹൈ ബോഡി ആയിരിക്കും. ആ ടൈമിലൊക്കെ ഞാൻ പോയി മോക്ക് എടുക്കാറുണ്ട്. കാരണം എല്ലാമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആവണം. എക്സാം ഹോളിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ടൈമിൽ മോക്ക് എടുക്കാൻ ശ്രമിക്കും. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ആ ഒരു പഠിക്കുന്നവര് ഇത്ര ടൈം കോച്ചിങ് പോവുകയാണെങ്കിൽ അതിനുശേഷമുള്ള ടൈം ഇവിടെ നിന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് മോക്കുകൾ എടുക്കുന്നതായിരിക്കും ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇനി കോച്ചിങ് കഴിഞ്ഞു, ഇനി ഒരു 6 monthsനപ്പുറം ഒരു എക്സാം ഉണ്ട് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ 10 hours ഡെയിലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷോർട്ട് ടൈമിൽ 6 months കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒരു വീക്കില് ഞാൻ ഡെയിലി 1 mock വെച്ച് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ചിലപ്പോൾ 2 mocks ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ സെക്ഷണൽ എടുക്കും. മാത്സ് പാടായതുകൊണ്ട് സെക്ഷണൽ മോക്ക് കിട്ടും. 20 minutesൽ 25 questions അറ്റംപ്റ്റ് ചെയ്യുന്നത്, അതായിരുന്നു മോക്ക് വരുന്നത്. അപ്പൊ ആ മോക്സ് ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. സെക്ഷണൽ കൂടുതൽ എടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാം. 20 minutes അല്ലേ ഉള്ളൂ. അപ്പോൾ ഫ്രീ ആയിട്ട് എടുക്കുന്ന ടൈമിലെല്ലാം സെക്ഷണൽ മോക്ക് എടുക്കും. ഈ ഫുൾ ലെങ്ത് മോക്ക് ഡെയിലി ഒരെണ്ണം വെച്ച് ഒരു മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് അനലൈസ് ചെയ്തില്ലെങ്കിൽ ആ മോക്ക് ടെസ്റ്റ് കൊണ്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ സ്പീഡ് കൂട്ടാനാണെങ്കിലും നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, ചിലപ്പോ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് അനലൈസ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. നമുക്ക് എന്തുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ല, അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം. അതുപോലെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം, ഓരോ ക്വസ്റ്റ്യനിലും ടൈം അവർ കാണിക്കും. ഇപ്പോൾ ടോപ്പർ എടുക്കുന്ന ടൈം എത്രയാണ്, നമ്മൾ അതിന് എത്ര ടൈം എടുക്കും, ആവറേജ് ടൈം കാണിക്കും, നമ്മൾ എടുത്ത ടൈം കാണിക്കും.
അപ്പൊ എന്തുകൊണ്ട് മറ്റൊരാൾക്ക് അത്രയും കുറവ് ടൈമിൽ കിട്ടി? അപ്പൊ ആ കുറവ് ടൈമിൽ കിട്ടുന്ന മെത്തേഡുകളുണ്ട്, നമ്മളത് ഫോളോ ചെയ്യാനില്ല. അപ്പൊ ആ മെത്തേഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അത് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് എടുക്കുന്നതിന്റെ ഒരു വലിയ പാർട്ട് ഈ അനാലിസിസിന് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ ചില എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. അപ്പൊ ആ എക്സാം കിട്ടിയില്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആകും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ? വന്നിരുന്നെങ്കിൽ എന്താ ചെയ്യും? ഉറപ്പായിട്ടും ഞാനും CGL എന്ന് പറയുന്ന എക്സാം മനസ്സിൽ കണ്ടിട്ട് മാത്രമാണ് SSCയിലോട്ട് വന്നത്. ഇവിടെ ഞാൻ എല്ലാ എക്സാംസും അറ്റംപ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം എല്ലാ എക്സാമും ഞാൻ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. കാരണം ഒരു പുതിയ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ എല്ലാ എക്സാംസും എഴുതിയിട്ടുള്ളത്. അപ്പോ എന്നിരുന്നാലും അൾട്ടിമേറ്റ് ലക്ഷ്യം, ടാർഗറ്റ് എന്ന് പറയുന്നത് CGL തന്നെയായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടുതൽ എഫർട്ട്. പിന്നെ എന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് CGL പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് അതിന് താഴോട്ടുള്ള എല്ലാ എക്സാമും ഈസി ആയിരിക്കും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ SSC CPO ഒരിക്കലും ആ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടില്ല, എക്സാമിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എക്സാമിന് പോകുന്നതിന് തലേന്ന് ഒരു മോക്ക് മാത്രമേ ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ. ബട്ട് ആ ടൈമിലായിരുന്നു എന്റെ ഈ മെയിൻസിന്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ CGL എന്ന് പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് അതിന് എഫേർട്ട് ഇടുന്ന 100% എഫേർട്ട് ഇടുന്ന ഒരാൾക്ക് ബാക്കി എല്ലാ എക്സാംസും ഒരുവിധം ഈസി ആയിരിക്കും. പിന്നെ എക്സാംസിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു ടാർഗറ്റ് എപ്പോഴും കാണുമല്ലോ, പലർക്കും പലതായിരിക്കും. ബട്ട് എനിക്കിപ്പോ CGL എന്ന് പറയുന്നതായിരുന്നു എന്റെ ടാർഗറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എഫോർട്ട് ഇട്ടുള്ളൂ. ഇനിയിപ്പോ ബട്ട് എല്ലാ എക്സാംസും എഴുതും. ഓരോ എക്സാംസ് വരുമ്പോഴും ഒരു ഷോർട്ട് ടൈം അതിനുവേണ്ടി അതിന്റെ കുറച്ച് മോക്കുകൾ എടുക്കുക, ആ പാറ്റേണുമായിട്ടൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് ടൈം കൊടുത്തിട്ടുള്ളൂ. ഒരു കോമൺ സിലബസ് പഠിച്ചാൽ ഈ എക്സാംസ് എല്ലാം ടാക്കിൾ ചെയ്യും. മോസ്റ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനും ഒരേ സിലബസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോ RRBക്ക് ചെറിയ ഡിഫറൻസ് കാണും, SSCക്ക് വേറെ ഡിഫറൻസ്, IB എക്സാം പാറ്റേണിൽ ഡിഫറൻസ് വരാറുണ്ട്. ബട്ട് കോമൺ ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു സിലബസ്, ഒരു കോർ സിലബസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില ചാപ്റ്ററുകളായാലും ഇപ്പൊ മാത്സിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും എല്ലായിടത്തും നമ്മൾ കാണുന്ന സർട്ടൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോ ഒരു കോമൺ സിലബസ് ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് എക്സാം പാറ്റേൺസിൽ ഡിഫറെന്റ് വരും. ചിലയിടത്ത് ചിലപ്പോ ഇംഗ്ലീഷ് ചോദിച്ചില്ല, ഇംഗ്ലീഷ് കാണില്ല, ബാക്കിയെല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിപ്പോ സെൻട്രൽ ഗവൺമെന്റ് ചെയ്ത എക്സാം ആണെങ്കിലും ഓൾമോസ്റ്റ് സിലബസ് സെയിം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചില കുട്ടികള് നമുക്ക് ഓരോ എക്സാം വരുമ്പോ, അതായത് ഇപ്പോ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ നല്ലൊരു എക്സാം ആണ്, ആ എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് അത് വെച്ച് മാത്രം പഠിക്കും. ദെൻ അത് കഴിഞ്ഞ ഉടനെ അടുത്ത വരുന്ന എക്സാം, ഇമ്മീഡിയറ്റ്ലി വരുന്ന എക്സാം നോക്കിയിട്ട് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ച് ആ എക്സാം എഴുതാം. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടിയുള്ള ഷോർട്ട് പീരീഡിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ സിലബസ് എപ്പോഴും കംപ്ലീറ്റ് അല്ല. നമ്മൾ ആ ഒരു എക്സാമിന്റെ പ്രീവിയസ് മാത്രം, ചിലപ്പോ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ അത് തന്നെ പ്രീവിയസ് തന്നെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ പാറ്റേൺ മാറി വരും. അപ്പൊ നമുക്ക് ഒരു വൈഡ് നോളജ് ഇല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ടാണ്. അപ്പോ പഠിക്കുമ്പോൾ നമ്മൾ തറവായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു ഹയർ ടോപ്പ് ലെവൽ എക്സാമിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങിയിട്ട് അപ്പോ ഇപ്പൊ ഈ ഒരു എക്സാം, ഒരു പർട്ടിക്കുലർ എക്സാം വരുമ്പോൾ കുറച്ച് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക, കുറച്ച് മോക്കുകൾ എടുക്കുക, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉണ്ടെങ്കിൽ ആ ടൈമിൽ പഠിക്കാൻ ശ്രമിച്ചാൽ മതി. ബട്ട് നമുക്ക് വേണ്ടത് എപ്പോഴും ഒരു വൈഡ് നോളജ്, ആ സബ്ജക്ട് എന്തായാലും നമ്മൾ കവർ ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ടിനു മറ്റൊരു എക്സാം എഴുതുന്നുണ്ടാകും? എഴുതുന്നുണ്ട്, ഉറപ്പായിട്ട് എഴുതുന്നുണ്ടാവും. അടുത്ത CGL അറ്റംപ്റ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ ഹയർ പോസ്റ്റുകളിലേക്ക് പോകാനാണ്. ഇപ്പൊ ഞാൻ CNG ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു വർക്ക് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. കാരണം നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. നമ്മുടെ വർക്ക് ടൈം എന്ന് പറയുന്നത് 9 to 5:30 ആണ്. അപ്പൊ 5:30 കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അപ്പൊ പ്രിപ്പറേഷന് സാറ്റർഡേ സൺഡേ, അതൊരു സാറ്റർഡേ സൺഡേ ഓഫാണ്. വീക്കിൽ 5 days മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അപ്പോ അടുത്ത എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ജോബായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് അടുത്ത എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നുകൂടെ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ഫ്യൂച്ചറിലേക്ക് എല്ലാവിധ ബെസ്റ്റ് വിഷസും.